ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഊത്തപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള അരി ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ അരി അരയ്ക്കാൻ വേണ്ടി 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും 1 ഗ്ലാസ് ചോറും 1 സ്പൂൺ ഉലുവായും കൂടി ഇട്ട് അരച്ച് വെച്ചത്. നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ. ഊത്തപ്പത്തിന് ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് 1 തക്കാളിക്ക, 2 സബോള, 3 പച്ചമുളക്, 1 ക്യാരറ്റ്. ഇത് ആഫ്രിക്കൻ മല്ലിയില. ഞാൻ മല്ലിയില വാങ്ങിക്കുന്ന മല്ലിയില ചേർക്കുന്നത്. ഇതാണ് ഇവിടെ നിൽക്കുന്ന മല്ലിയെന്ന് പറിച്ചത്, നമ്മുടെ മല്ലിയെന്ന് പറിച്ചെടുക്കുന്നത്. ഈ മല്ലിയില ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് നരിഞ്ഞെടുക്കാം. ഊത്തപ്പം ഉണ്ടാക്കാനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളിക്ക, പിന്നെ മല്ലിയില. ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാനൊരു ബൗളിലോട്ട് മാറ്റി ഒരു ഉപ്പ് ഇട്ട് കൊടുത്ത് ശകലം മാവിന് നമ്മൾ ഉപ്പ് ഇട്ടുള്ളതുകൊണ്ട് ഒരു ശകലം ഇട്ടാൽ മതി. സ്വല്പം ഉപ്പ് ഇട്ട് ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കാനുള്ള പാൻ ഞാൻ ഇപ്പോൾ വെച്ചത് ചൂടായി. നമുക്കിനി മാവ് കോരി വയ്ക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ മണ്ടയ്ക്ക് ഊരി കൊടുക്കാം. ഒരു ശകലം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നത്, നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അപ്പം നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി. അത് പാനെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഊത്തപ്പത്തിനൊരു ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1 ബൗൾ തേങ്ങ, ചെറിയൊരു ഉള്ളി, ഇച്ചിരി മല്ലിയില, ഉപ്പ്, 2 മുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം ചട്നി റെഡിയായി. നമുക്കിന് കടുക് വറുത്തിടാം. ചട്നിക്ക് താളിച്ചൊഴിക്കാനായി ഞാൻ സ്റ്റൗ കത്തിച്ച് പാനെടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒരു മുളക് ഇട്ട് കൊടുക്കാം. കൂടത്തിൽ കരിവേപ്പില. ഇത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇട്ടൊഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ ഊത്തപ്പത്തിനുള്ള ചട്നി റെഡി. അങ്ങനെ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി.